കസ്റ്റമറേയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം അയ്യപ്പനെ തന്നെ സ്വർണ്ണമാണെന്ന് പറഞ്ഞുകൊണ്ട് ചെമ്പ് കൊടുത്തുകൊണ്ട് പറ്റിച്ച കഥയാണല്ലോ വാർത്തയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ വന്നപ്പോൾ ചോദിച്ചൊരു സംശയമാണ് 4 ഗ്രാമിന് 22 ക്യാരറ്റ് 916 മാലയിൽ എത്ര ശതമാനം ഗോൾഡ് ഉണ്ടാവും എന്നുള്ളത്. 4 ഗ്രാമിന്റെ മാലയിൽ ഏകദേശം 3 ഗ്രാം 660 മില്ലിയുടെ ഗോൾഡും 340 മില്ലിയുടെ കോപ്പറോ മറ്റേതെങ്കിലും അലോയ്സായിരിക്കും ആഡ് ചെയ്യുന്നത്. ഡ്യൂറബിലിറ്റിക്ക് വേണ്ടി ചേർക്കുന്നതാണല്ലോ. അപ്പൊ കസ്റ്റമർ ചോദിച്ചതെന്ന് പറഞ്ഞാൽ ഈ 340 മില്ലി കൂടി ചേർത്തുകൊണ്ട് 4 ഗ്രാമിന്റെ പൈസ എന്തിനാണ് ഗോൾഡിന്റെ പൈസ വാങ്ങുന്നത്? 350 മില്ലി കോപ്പർ വേറെ എന്തെങ്കിലും അലോയോ ആയിരിക്കുമല്ലോ, അപ്പൊ അതിന്റെ പൈസയിലേ വരേണ്ട ആവശ്യമുള്ളൂ, ഗോൾഡിന്റെ പൈസ എന്തിനാണ് വാങ്ങുന്നത് എന്നാണ് കസ്റ്റമർ ചോദിച്ചത്. കസ്റ്റമറേയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം അയ്യപ്പനെ തന്നെ സ്വർണ്ണമാണെന്ന് പറഞ്ഞുകൊണ്ട് ചെമ്പ് കൊടുത്തുകൊണ്ട് പറ്റിച്ച കഥയാണല്ലോ വാർത്തയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സംശയം പൊതുവെ നിങ്ങൾക്കും ഉണ്ടാവും. സാധാരണയായിട്ട് സ്വർണം വരുന്നത് 24 ക്യാരറ്റിലാണ് പ്യൂർ ഗോൾഡ് വരുന്നത്. പ്യൂർ ഗോൾഡ് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും എന്താ ഡ്യൂറബിൾ ആയിട്ടുള്ള ഓർണമെന്റ്സ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ അതിന് നമ്മൾ 22 ക്യാരറ്റ് 18 ക്യാരറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് 22 ക്യാരറ്റ് ആണെങ്കിൽ 91.6% ഗോൾഡും ബാക്കി 8.4% വേറെ രീതിയിലും അലോയ്സ് ആയിരിക്കും ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 18 ക്യാരറ്റിലാണെങ്കിൽ 75% ഗോൾഡും ബാക്കി 25% ഡ്യൂറബിലിറ്റിക്ക് വേണ്ടി ആഡ് ചെയ്യുന്ന ഏതെങ്കിലും മെറ്റൽസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി അതിന്റെ വിലഭാഗം നോക്കാം. ഇന്നത്തെ 24 ക്യാരറ്റ് ഗോൾഡിന്റെ റേറ്റ് ഏകദേശം 12,000 രൂപ. 916 ഗോൾഡ് വിൽക്കുന്ന ബോർഡ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11,100 രൂപ. അതായത് 12,000ന്റെ ഏകദേശം 8.4% കുറഞ്ഞ റേറ്റ് ആയിരിക്കും 11,100 രൂപ എന്ന് പറഞ്ഞത്. ജ്വല്ലറിക്കാര് വാങ്ങുന്ന പ്രൈസ് എന്ന് പറയുന്നത് 916 ഗോൾഡിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 24 ക്യാരറ്റിന്റെ റേറ്റ് ഇല്ല. 24 ക്യാരറ്റിന്റെ 12,000 രൂപയുടെ 91.6% റേറ്റ് ആയ 11,100 രൂപയായിരിക്കും ജ്വല്ലറിക്കാര് ഗോൾഡ് റേറ്റ് ആയിട്ട് വാങ്ങുന്നത്. അതുപോലെ തന്നെ 18 ക്യാരറ്റിൽ 75% ഗോൾഡ് വരുന്നത് 12,000 രൂപ 75% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 9,000 രൂപയായിരിക്കും 18 ക്യാരറ്റിന് ഗോൾഡ് റേറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ജ്വല്ലറിക്കാർ വാങ്ങുന്നത് പ്യുവർ ഗോൾഡ് ആയ 24 ക്യാരറ്റിന്റെ റേറ്റ് അല്ല, നമ്മൾ വാങ്ങുന്ന ഓർണമെന്റ്സിൽ എത്ര ശതമാനം ഗോൾഡ് ആണോ ഉള്ളത് ആ ഗോൾഡിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാർക്കറ്റ് റേറ്റ് ആയിരിക്കും ജ്വല്ലറിക്കാർ വാങ്ങുന്നത്.